ആഭ്യന്തര വിമാനത്താവളമായി ഒതുങ്ങുമായിരുന്ന കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വലിയ വിമാനങ്ങൾ കുതിച്ചുയരാൻ ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ പുനർജന്മം ലഭിച്ച മലബാറിലെ ആദ്യ വിമാനത്താവളത്തിലേക്ക് കൂടുതൽ അന്താരാഷ്ട്ര വിമാനങ്ങളും കാർഗോ വിമാനങ്ങളും പറന്നിറങ്ങും. ഇതോടെ മലബാറിന്റെ വാണിജ്യ വ്യവസായ രംഗങ്ങളിലും പുത്തനുണർവ് പ്രകടമാകും. 2020 ഓഗസ്റ്റ് 8-നുണ്ടായ കരിപ്പൂർ വിമാനാപകടമാണ് മലബാറിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ആശ്രയിക്കുന്ന കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ചിറകുകളെ തളർത്തിയത്. വിമാനത്താവളത്തിന്റെ റൺവേ സുരക്ഷാ ഏരിയ ദീർഘിപ്പിക്കാതെ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ലെന്നും ആഭ്യന്തര വിമാനത്താവളമായി ചുരുങ്ങേണ്ടി വരുമെന്നുമുള്ള ആശങ്ക പടർന്നു. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സംസ്ഥാന സർക്കാർ അതിവേഗം മുന്നോട്ടുപോയി. പൊതുജന പങ്കാളിത്തത്തോടെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ 8 മാസങ്ങൾ കൊണ്ടാണ് ഭൂമി ഏറ്റെടുത്ത ഏവിയേഷൻ മന്ത്രാലയത്തിന് കൈമാറിയത്. ഇത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഏറ്റവും വലിയ പാക്കേജാണ് കരിപ്പൂരിൽ നടപ്പാക്കിയത്. ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം കരിപ്പൂരിൽ നിലനിർത്താനും സർക്കാരിന് സാധിച്ചു. വിമാനത്താവള വികസനത്തിനായി പള്ളിക്കൽ നെടിയിരുപ്പ് വില്ലേജുകളിലായി 12.48 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ വിമാനത്താവള അതോറിറ്റിക്ക് ഏറ്റെടുത്ത് നൽകിയത്. 76 കുടുംബങ്ങൾക്കായി 72.85 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി. 76 ഭൂവുടമസ്ഥരിൽ 28 പേർക്ക് ഭൂമിയും 11 പേർക്ക് മറ്റു നിർമ്മിതികളും 32 കുടുംബങ്ങൾക്ക് വീട് ഉൾപ്പെടെയുള്ള വസ്തുക്കളും 5 പേർക്ക് മറ്റ് കെട്ടിടങ്ങളും ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള 52 കുടുംബങ്ങൾക്ക് 3.56 കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ കൈമാറിക്കഴിഞ്ഞു. 2026 മാർച്ച് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന റസ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. കരിപ്പൂരിനെ അന്താരാഷ്ട്ര വിമാനത്താവളമായി നിലനിർത്തുന്നതിനും വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിനുമാണ് റസ വികസനം ആരംഭിച്ചത്. വ്യോമയാന മന്ത്രാലയം നൽകിയ സമയപരിധിക്കുള്ളിൽ തന്നെ റസ വികസനത്തിന് സംസ്ഥാന സർക്കാർ ഭൂമി കൈമാറി. 98 ഭൂവുടമകളിൽ നിന്നും പള്ളിക്കൽ നെടിയിരുപ്പ് വില്ലേജുകളിലായി 12.48 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്ത് നൽകിയത്. നിലവിലുള്ള റസയോട് ചേർന്ന് ഏറ്റെടുത്ത ഭൂമിയിൽ മണ്ണിട്ടുയർത്തി റൺവേയുടെ നീളം കൂട്ടുന്ന ജോലി പുരോഗമിച്ചു വരികയാണ്. യന്ത്രസഹായത്തോടെ വിവിധ പാളികളിലായാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ആദ്യം 25 സെന്റിമീറ്റർ കനത്തിൽ മണ്ണ് നിരത്തി അവ 20 സെന്റിമീറ്ററിലേക്ക് അമർത്തി മണ്ണിന്റെ ബലപരിശോധന നടത്തി വീണ്ടും ഇത്തരത്തിൽ അടുത്ത പാളിമണ്ണ് ഉറപ്പിച്ചാണ് റസ ദീർഘിപ്പിക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നത്. തീർത്തും പരിസ്ഥിതി സൌഹൃദമായ രീതിയിലാണ് നിർമ്മാണം. ഉയർത്തുന്ന ഭാഗത്തെ വശങ്ങളിൽ മതിൽക്കെട്ടുകളില്ലാതെ ജിയോഗ്രിഡ് അവലംബിച്ചാണ് മണ്ണുപാളികൾ ഉറപ്പിക്കുന്നത്. 90 മീറ്ററുള്ള റസ ഏരിയ 150 മീറ്റർ കൂടി ദീർഘിപ്പിച്ച 240 മീറ്ററായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ടേബിൾ ടോപ്പ് റൺവേക്ക് ഇത് കൂടുതൽ സുരക്ഷ നൽകും. 35 ലക്ഷത്തിലധികം ക്യൂബിക് മീറ്റർ മണ്ണാണ് നിർമ്മാണത്തിന് ആവശ്യമുള്ളത്. റവന്യൂ, ജിയോളജി വകുപ്പുകളുടെ അനുമതി ലഭിച്ച പ്രദേശങ്ങളിൽ നിന്നാണ് മണ്ണെടുപ്പ്. പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ കൂടുതൽ ഇടങ്ങൾ കണ്ടെത്തി പാരിസ്ഥിതികാഘാത പഠനങ്ങൾ നടത്തിയ ശേഷം എൻവിയോൺമെന്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. മഴ മാറുന്നതോടുകൂടി ഇവിടെ നിന്ന് മണ്ണെടുക്കാൻ കഴിയും. കാലവർഷം ശക്തമായതോടെ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവച്ചതിനാൽ നിലവിൽ മണ്ണെടുക്കൽ പ്രവർത്തനങ്ങളും റസ മണ്ണിട്ടുയർത്തുന്ന പണികളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതുവരെ റസ നിർമ്മാണത്തിന്റെ 22% പ്രവൃത്തികൾ പൂർത്തിയായതായി എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് പറഞ്ഞു. മണ്ണിട്ടുയർത്തൽ പ്രവൃത്തികൾ നിർത്തിവച്ചെങ്കിലും പ്രദേശത്തോട് ചേർന്നുള്ള ചുറ്റുമതിൽ നിർമ്മാണവും മറ്റ് അനുബന്ധ പ്രവൃത്തികളും തുടരുകയാണ്. രാജസ്ഥാനിലെ ഗവാർ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ അവസാനം ചേർന്ന യോഗത്തിൽ നിർമ്മാണ കാലാവധി അവസാനിക്കുന്ന 2026 മാർച്ച് മാസത്തിൽ 82% പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ കാലവർഷം കണക്കിലെടുത്ത് 3 മാസം കൂടി പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ അധിക സമയം കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമാനങ്ങൾക്ക് റൺവേയിൽ സുരക്ഷിതമായി ഇറങ്ങുന്നതിനും നാവിഗേഷൻ സംവിധാനങ്ങൾക്കുമായുള്ള ലീഡിംഗ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കൽ പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട്. റവന്യൂ വകുപ്പിലെ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗമാണ് നടപടികൾ പൂർത്തിയാക്കുക. വിമാനത്തിന് ചുറ്റുമുള്ള 3 വില്ലേജുകളിൽ നിന്നായി 5 സ്ഥലങ്ങൾ ഏറ്റെടുത്ത് വിമാനത്താവള അതോറിറ്റിക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. പള്ളിക്കൽ വില്ലേജിൽ 3 സ്ഥലങ്ങളും ചേലേമ്പ്ര, കണ്ണമംഗലം വില്ലേജുകളിൽ ഓരോ സ്ഥലങ്ങളുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. സ്ഥലങ്ങളുടെ അടിസ്ഥാന വില നിശ്ചയിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം നൽകും. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.